മൂന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിരോധം രാജ്നാഥ് സിംഗിന്, ആഭ്യന്തരം അമിത്ഷായ്ക്ക്, ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ. ഗതാഗതത്തിൽ 2 സഹമന്ത്രിമാർ കൂടിയുണ്ട്. ഹർഷ് മൽഹോത്ര, അജയ് ടംഡ എന്നിവരാണ്. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി തന്നെയാണ്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ. മനോഹർ ലാൽ ഖട്ടാർ ഊർജം, നഗരകാര്യം ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷി ജിതിൻ റാം മാഞ്ചി, ചെറുകിട വ്യവസായം നിർമ്മല സീതാരാമൻ. ധനവകുപ്പും നിർമ്മല സീതാരാമന് തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ആയിരിക്കുന്നു. സുപ്രധാന വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരുന്ന വിവരമാണിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആഭ്യന്തരം അമിത്ഷാ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് നിന്ന് അമിത്ഷാ മാറുമോ ഇല്ലയോ എന്നടക്കമുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പലവിധ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ അമിത്ഷാ തന്നെയാണ് ആഭ്യന്തര മന്ത്രി പദവിയിൽ ഉള്ളത്. പ്രതിരോധം രാജ്നാഥ് സിംഗ് തന്നെയാണ്. രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രാജ്നാഥ് സിംഗിലേക്ക് ആഭ്യന്തരം എത്തുമോ എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും രണ്ടാം മോദി മന്ത്രിസഭ അധികാരമേറ്റപ്പോഴും രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഏതായാലും പ്രതിരോധം രാജ്നാഥ് സിംഗിന്, ആഭ്യന്തരം അമിത്ഷായ്ക്ക്, ഗതാഗതം നിതിൻ ഗഡ്കരിക്ക്. ഗതാഗതത്തിൽ 2 സഹമന്ത്രിമാർ കൂടിയുണ്ട്. ഹർഷ് മൽഹോത്ര, അജയ് ടംഡ എന്നിവരാണ്. എസ് ജയശങ്കർ അടക്കമുള്ളവർക്ക് അതേ വകുപ്പുകൾ, രണ്ടാം മോദി മന്ത്രിസഭയിലെ അതേ വകുപ്പുകൾ തന്നെയാണ്. എസ് ജയശങ്കറിന് വിദേശകാര്യ വകുപ്പ്, റെയിൽവേ മന്ത്രിയായിട്ട് അശ്വിനി വൈഷ്ണവ്, മനോഹർ ലാൽ ഖട്ടാർ ഊർജം, നഗരകാര്യം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, ജിതൻ റാം മാഞ്ചിക്ക് ചെറുകിട വ്യവസായം, നിർമ്മല സീതാരാമൻ തന്നെയാണ് ധനമന്ത്രി. നിർമ്മല സീതാരാമന് ധനവകുപ്പ് ലഭിച്ചിരിക്കുന്നു ഈ മൂന്നാം മോദി മന്ത്രിസഭയിലും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ വകുപ്പുകളടക്കം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അറിയാനുണ്ട്, ലഭ്യമാകാനുണ്ട്. ഇന്നലെ വൈകുന്നേരം മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇതാ നമുക്ക് മുന്നിലേക്ക് എത്തിത്തുടങ്ങുകയാണ്. പ്രതിരോധം രാജ്നാഥ് സിംഗ്, ആഭ്യന്തരം അമിത്ഷാ, ഗതാഗതം നിതിൻ ഗഡ്കരി. 2 സഹമന്ത്രിമാർ കൂടിയുണ്ട് ഗതാഗത വകുപ്പിൽ. ഹർഷ് മൽഹോത്ര, അജയ് ടംഡ എന്നിവർ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, റെയിൽവേ അശ്വിനി വൈഷ്ണവിന് തന്നെയാണ്. ഊർജ നഗരകാര്യം മനോഹർ ലാൽ ഖട്ടാർ, കൃഷി വകുപ്പ് ശിവരാജ് സിംഗ് ചൗഹാൻ, ചെറുകിട വ്യവസായം ജിതൻ റാം മാഞ്ചി, നിർമ്മല സീതാരാമൻ ഈ മന്ത്രിസഭയിലും ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 72 മന്ത്രിമാരാണ് പുതിയ മോദി സർക്കാരിലുള്ളത്. എല്ലാവർക്കും ഏതൊക്കെ വകുപ്പുകൾ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഘടകകക്ഷികൾ, അതത് സംസ്ഥാനങ്ങൾ എല്ലാം അവർക്ക് ഏതൊക്കെ വകുപ്പ് ലഭിക്കും എന്നറിയുവാനുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പായിരുന്നു ഏതായാലും ഈ നിമിഷം വരെയും. പക്ഷേ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഈ ഒരു മന്ത്രിമാരുടെ വകുപ്പ് പ്രഖ്യാപനത്തിലടക്കം സസ്പെൻസ് നിലനിർത്തുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ.
വിവിധ മന്ത്രിമാരുടെ വകുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 36 സഹമന്ത്രിമാരാണുള്ളത്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കം 36 സഹമന്ത്രിമാർ. ഏതായാലും കേരളവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക്, ജോർജ് കുര്യൻ അടക്കമുള്ളവർക്ക് എന്ത് വകുപ്പായിരിക്കും കിട്ടുക എന്നറിയാൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ഒരു വാർത്ത വരുവാനാണ്. ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്നറിയാൻ. സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു, വാണിജ്യം പീയൂഷ് ഗോയൽ. പ്രധാനപ്പെട്ട ഒരു കാര്യം, സുപ്രധാന വകുപ്പുകളിലെല്ലാം തന്നെ തുടർച്ചയാണ് വന്നിരിക്കുന്നത്. ധനകാര്യം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകളിലെല്ലാം തന്നെ, ഗതാഗതം അടക്കമുള്ള എല്ലാ വകുപ്പുകളിലും, സുപ്രധാന വകുപ്പുകളിൽ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തിരുന്നവർ തന്നെയാണ് ഈ 3ാം മോദി മന്ത്രിസഭയിലും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പുതുമയുണ്ടാകില്ല അത്തരം സുപ്രധാന വകുപ്പുകളിൽ. അതായത് അനുഭവ പരിചയക്കുറവൊന്നും തന്നെ ഉണ്ടാവില്ല മന്ത്രിമാർക്ക് എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമായി പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഭരണത്തിൽ മെല്ലെപ്പോക്കൊന്നും ഉണ്ടാകാനിടയില്ല. കാരണം ധനവകുപ്പടക്കമുള്ള ഇടങ്ങളിൽ നേരത്തെ കൈകാര്യം ചെയ്തിരുന്നവർ തന്നെയാണ്. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായിരിക്കുന്നു. ഊർജ്ജ സഹമന്ത്രിയായി ശ്രീപദ് നായിക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു, വാണിജ്യം പീയൂഷ് ഗോയൽ, പരിസ്ഥിതി ഭൂപേന്ദ്ര ഹൂഡ. ഇങ്ങനെയാണ് വകുപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത്. പാർലമെന്ററി കാര്യം കിരൺ റിജിജു തന്നെയാണ്. പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ്. ആ വകുപ്പുകളിൽ അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും തമ്മിൽ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന സംശയങ്ങൾ, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അമിത്ഷാ തന്നെ ആകുമോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്ന തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. തൊഴിൽ മന്ത്രിയായി മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ മന്ത്രി, അശ്വിനി വൈഷ്ണവ് റെയിൽവേ. ഇങ്ങനെ സുപ്രധാന വകുപ്പുകളിലെല്ലാം തന്നെ നേരത്തെ ഉള്ളതിൻ്റെ തുടർച്ച തന്നെയാണ്. പ്രധാനപ്പെട്ട ആളുകൾ തുടരുന്ന തന്നെ സ്ഥിതിയാണ്. ഏതായാലും സഹമന്ത്രിമാരുടെ വകുപ്പുകൾ അറിയാൻ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായിരിക്കും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കിട്ടുന്ന വകുപ്പുകൾ എന്നറിയാൻ. പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയുണ്ടോ അവർക്കുള്ളത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 72 മന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് 3ാം മോദി മന്ത്രിസഭയിൽ അധികാരമേറ്റത്. അവർ ഓരോരുത്തർക്കും ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരമാകുന്നത്. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിരോധം രാജ്നാഥ് സിംഗ്, ആഭ്യന്തരം അമിത്ഷാ, ഗതാഗതം നിതിൻ ഗഡ്കരി. ഗതാഗതത്തിന് 2 സഹമന്ത്രിമാർ കൂടിയുണ്ട്, ഹർഷ് മൽഹോത്ര, അജയ് ടംട. വിദേശകാര്യം എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് റെയിൽവേ. ഊർജ നഗരകാര്യം മനോഹർ ലാൽ ഖട്ടാർ, ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി. ചെറുകിട വ്യവസായം ജിതൻ റാം മാഞ്ചി. നിർമ്മല സീതാരാമൻ ധനവകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ 2ാം മോദി മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകൾക്ക്, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർക്ക് അതേ വകുപ്പ്, ആ വകുപ്പിൻ്റെ തുടർച്ച തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഏതായാലും നമുക്ക് ഈ മണിക്കൂറിൽ തന്നെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ ഒക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.